തൊഴിലാളി വർഗത്തിന്റെ സ്വന്തമെന്ന് അവകാശപ്പെട്ട് ഭരണം നടത്തിയ മുൻ പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ 10,000-കണക്കിന് ആശാ വർക്കർമാർക്ക് മേൽ അടിച്ചേൽപ്പിച്ച അവസാന കരുനിയമവും UDF സർക്കാർ ഒടുവിൽ എറിഞ്ഞുടച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി രാപ്പകലില്ലാതെ ചോരനീരാക്കുന്ന പാവപ്പെട്ട ആശാപ്രവർത്തകരുടെ വയറ്റത്തടിച്ചുകൊണ്ട് അവരുടെ ഓണറേറിയത്തിന്മേൽ പിണറായി സർക്കാർ കെട്ടിവെച്ച ആ 10 കഠിന മാനദണ്ഡങ്ങളുടെ പേപ്പറും കീറിയെറിഞ്ഞ് ചരിത്രപരമായ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി മുരളീധരൻ. നൽകിയ വാക്ക് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ജനകീയ ഭരണത്തിന്റെ ഉത്തമ മാതൃക കാട്ടിയ ആരോഗ്യമന്ത്രിക്കൊപ്പം അതിന് പൂർണ്ണ പിന്തുണ നൽകി മുഖ്യമന്ത്രി VD സതീശനും നിലയുറപ്പിച്ചതോടെ നാടാകെ ഈ ജനക്ഷേമ തീരുമാനത്തിന് കൈയടിക്കുകയാണ്. ഇത് വെറും ഒരു ഭരണപരമായ ഉത്തരവല്ല, മറിച്ച് മുൻ LDF സർക്കാർ സാധാരണക്കാരായ സ്ത്രീ തൊഴിലാളികളോട് കാട്ടിയ കപട നിലപാടുകൾക്കും അനീതികൾക്കും മേൽ ജനങ്ങളുടെ പ്രതിനിധികൾ നൽകിയ ശക്തമായ പ്രഹരം കൂടിയാണ്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കടുത്ത വഞ്ചനയും അവഗണനയുമാണ് കേരളത്തിലെ ആശാ വർക്കർമാർ അനുഭവിച്ചു തീർത്തത്. 2018-ൽ 10 അപ്രായോഗിക മാനദണ്ഡങ്ങൾ മുൻനിർത്തി ആശാ വർക്കർമാരുടെ അർഹതപ്പെട്ട ഓണറേറിയം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ യാതൊരു മനസാക്ഷിയുമില്ലാതെ ഉത്തരവിറക്കിയത് ആ ഇടത് ഭരണകൂടമായിരുന്നു. കൊടുംവെയിലും അതിശൈത്യവും വകവെക്കാതെ 2025 ഫെബ്രുവരിയിൽ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിജീവനത്തിനായുള്ള രാപ്പകൽ സമരം നയിച്ചപ്പോഴും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി അവരെ പറ്റിക്കുകയല്ലാതെ ആ കണ്ണീരൊപ്പാൻ അന്നത്തെ ഭരണാധികാരികൾ തയ്യാറായില്ല. സമരം അവസാനിപ്പിക്കാൻ ഉപാധികൾ പിൻവലിക്കാമെന്ന് അന്ന് മന്ത്രിതലത്തിൽ ഉറപ്പ് നൽകിയെങ്കിലും പിന്നീട് സമരം അവസാനിച്ചതോടെ ഇൻസെന്റീവ് മാനദണ്ഡങ്ങളുടെ രൂപത്തിൽ അതേ നിബന്ധനകൾ വീണ്ടും അടിച്ചേൽപ്പിച്ച് ജനങ്ങളെയും തൊഴിലാളികളെയും വഞ്ചിക്കുകയാണ് അന്നത്തെ സർക്കാർ ചെയ്തത്. എന്നാൽ മുൻ സർക്കാരിന്റെ ആ കപട നാടകങ്ങൾക്കും ജനദ്രോഹ നടപടികൾക്കും ഇപ്പോൾ VD സതീശൻ സർക്കാരിന് കീഴിൽ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ന്യായമായ ആവലാതികൾ കേട്ട നിമിഷം മുതൽ ഉദ്യോഗസ്ഥ ചുവപ്പുനാടകങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി വിഷയം പരിഹരിക്കാൻ ആരോഗ്യമന്ത്രി മുരളീധരൻ കാണിച്ച ആർജവം സമാനതകളില്ലാത്തതാണ്. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായ അനീതികളെല്ലാം ഒറ്റ ഉത്തരവിലൂടെ റദ്ദാക്കി ആശാ വർക്കർമാരെ വലച്ച 10 മാനദണ്ഡങ്ങളും പൂർണ്ണമായി ഒഴിവാക്കിയതോടെ കേരളത്തിലെ ഏതൊരു ആശാ വർക്കർക്കും ഇനി യാതൊരു നിബന്ധനകളുമില്ലാതെ പ്രതിമാസം 12,000 രൂപ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത ഇടത് നയങ്ങളെ തിരുത്തിക്കുറിച്ച് അധ്വാനിക്കുന്നവരുടെ യഥാർത്ഥ സംരക്ഷകർ തങ്ങളാണെന്ന് VD സതീശനും മന്ത്രി മുരളീധരനും ചേർന്ന UDF സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്.